ഇതാണ് കാളി. കളി കളി പേടിച്ചു കേട്ടോ. രണ്ടാമത്തെ തവണ നമ്മൾ അൻപഴകൻ സ്റ്റാർട്ട് പണ്ണാൻ പോവുകയാണ്. എന്താവുമെന്ന് ദൈവത്തിന് അറിയാം. കുറച്ച് മുമ്പ് വരെ കത്തിക്കൊണ്ടിരുന്നതാണെന്നാണ് പറയുന്നത്. ഇന്ന് സമയം ശരിയല്ല. എൻ്റെ ദൈവമേ, ഒരു മന്ത്രവാദിയെ പിടിക്കണമെങ്കിൽ എന്തൊക്കെ വഴികളിലൂടെ സഞ്ചരിച്ചാൽ പറ്റും കേട്ടോ. ഇവിടെ നിന്ന് ഒരൊറ്റ മനുഷ്യന്മാരില്ല. അപ്പം അതിൻ്റെ ഗുഡൻസ് എന്താ, ഇവിടെ എവിടെയോ ഒരു മന്ത്രവാദിയുണ്ട്. ഈ മന്ത്രവാദികളും ഇങ്ങനെയുള്ള ആശാന്മാരൊക്കെ താമസിക്കുന്നത് ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലാണ്. ഇവിടെയൊക്കെ ആൾക്കാർ തിരക്കി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിശയം എന്ന് പറയുന്നത്. എന്താണല്ലോ വിജനമായ ഒരുപാട് ഇതുകൊണ്ടല്ലോ മൺവഴിയാണ്. ഇതുവഴി ഇങ്ങനെ സഞ്ചരിച്ച് ഇങ്ങനെ പോവുകയാണ്. അവിടെയാണ് ഞാൻ ആട്ടിടയനെ കാണുന്നത്. പഴയ ആട്ടിടയനൊന്നും അല്ല, ഇപ്പം നല്ല വെൽ ഡ്രസ്ഡ് ആട്ടിടയനാണ്. അണ്ണാ ഇന്താ പിന്നെ അൻപഴകൻ്റെ വീട് വീട് ഇങ്ങ തന്നെ. ഓക്കെ, പെരിയ കഴിവ് തന്നെ. എന്താ എന്ത് കഴിവ്? പച്ചത്തല്ല ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ പച്ചവെള്ളം ഇല്ലേ, അതിനകത്ത് വിളക്ക് കത്തിക്കും. അതാണ് ഏറ്റവും വലിയ അതിശയം എന്ന് പറയുന്നത്. അത് മാത്രമല്ല ആണ് കേൾക്കുന്നത് കണ്ടേ, ചെണ്ടവളം കേൾക്കുന്നുണ്ട്. ഇന്ന് ഞാൻ കലക്കും, ഇന്ന് ഒരു കലക്ക് ഞാൻ കലക്കും. അപ്പൊ ഇത് എന്താ ആട്ടിന് പോകണോ? സമയം ரொம்ப ആയി, 6 മണിയായി. 6 മണിയായി. ഇപ്പൊ അണ്ണൻ ആടിനെ കൊണ്ട് പോവുകയാണ്. ഓക്കെ മക്കളെ പോടാ. ഇതുണ്ട്. ഓ എന്റെ പോയോ അണ്ണൻ ചെമ്മരിയാട് കേട്ടോ, എല്ലാം ചെമ്മരിയാടാ. ചെമ്മരിയാട് അല്ലേ? ചെമ്മരിയാട്. ഉങ്ങളുടെ വരുമാനം ഇത് തന്നെയാണോ? വരുമാനം തന്നെ. സന്തോഷം തന്നെ. കണ്ടോ പുള്ളിക്കാരൻ ഇവിടെ എല്ലാവരും സന്തോഷം കേട്ടോ. ചെമ്മരിയാടിനെ കാണാത്തൊരു കണ്ടോ, അതാണ് ചെമ്മരിയാട്. ഇതിന്റെ രോമം കട്ട് ചെയ്തിട്ടാണ് നമ്മുടെ കമ്പിളിയും മറ്റുള്ള സാധനമായിട്ടൊക്കെ വരുന്നത്. ഓക്കെ, നാടനും ഉണ്ടല്ലേ? വെള്ളാടും ഉണ്ട്. ഓക്കെ അണ്ണാ. അപ്പൊ പാക്കല. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും അല്ലേ കേൾക്കുന്നുണ്ടോ? അവിടെ കേൾക്കുന്നുണ്ട്, അടിയുണ്ടോ? അതാണ് സെറ്റപ്പ്. ഇതുണ്ടോ, അടിപൊളി സ്ഥലം കേട്ടോ. നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഈ തമിഴ്നാടിൻ്റെ ഒരു സൗന്ദര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഉൾഗ്രാമത്തിലേക്ക് വരണം കേട്ടോ. അങ്ങോട്ട് നോക്ക്, എന്തൊരു അടിപൊളി മലകൾ. ഓരോ മലയ്ക്കൊരു പ്രത്യേക സൗന്ദര്യമാണ്. ആകാശം മുട്ട നിൽക്കുന്ന കല്ലുകൾ, പിന്നെ കുറ്റിക്കാടുകൾ, കൽവഴികൾ ഒക്കെ ഒരുപാട് കാണണമെങ്കിൽ നമ്മൾ തമിഴ്നാടിൻ്റെ ഉൾപ്രദേശങ്ങളിലൂടെ പോകണം. കേരളത്തെക്കാളും മനോഹരമാണ് തമിഴ്നാടിൻ്റെ ഉൾപ്രദേശങ്ങൾ. അതുകൊണ്ട് ഇന്ന് കരം കേട്ടോ, കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം നമ്മൾ അൻപഴകൻ്റെ സ്ഥലത്ത് എത്താറായി. ഇത് എല്ലാം കാണുന്നതാണ്. ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ട് അവസാനം നമ്മൾ അൻപഴകൻ്റെ സ്ഥലം എത്തിക്കഴിഞ്ഞു. ഇവിടെയാണ് അൻപഴകൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ പയ്യനാട്ടോ. പയ്യന് വേറെ പണിക്കൊന്നും പോകണ്ട. ആൾക്കാർ തിരക്കിയുണ്ട്, ബൈക്കുകളൊക്കെ ഇരിക്കുന്നുണ്ടോ, തിരക്കി ആൾക്കാരൊക്കെ വരും. നമ്മുടെ കഥാപാത്രമാണ് ഈ നിൽക്കുന്നത് കണ്ടോ. കൈയൊക്കെ നമ്മളെന്തോ ആശീർവദിക്കുന്ന മാതിരിയൊക്കെ. കൊച്ചു പയ്യനാണ്, 10, 27, 30 വയസ്സിനകത്തേ ഉള്ളൂ പയ്യൻ. അവനിങ്ങനെ ചെറിയ കുറ്റിത്തടിയൊക്കെ വെച്ച് ഇങ്ങനെ ആൾക്കാരെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കക്ഷി ഇങ്ങനെ ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ട്. ധ്യാനത്തിൽ ഇരിക്കുന്നതുകൊണ്ട് അല്ലാതെ ഇരിക്കുന്നതുകൊണ്ട് എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ വലിയ സെറ്റപ്പോട് കൂടി തന്നെ ഇങ്ങനെ പോവുകയാണേ. അൻപഴം ഉണ്ടോ? ഉണ്ടോ? ഇരിക്കോ? അൻപഴം ഉണ്ട്. അങ്ങനത്തെ സൈഡിലുണ്ട് പറഞ്ഞു. അൻപഴം കാണാൻ വന്നതാണോ? കണ്ട് പാത്താ? ഓക്കെ. നിങ്ങൾക്ക് വലിയ കഴിവുണ്ടോ അൻപഴകന്? ആ, നല്ല കഴിവുണ്ടോ? നല്ല എന്തൊക്കെ ഞാൻ പറയുന്നത് പുള്ളിക്കും മനസ്സിലാവുന്നില്ല, പുള്ളി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും അൻപഴകൻ്റെ ആ കൊട്ടാരത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞ്. ഇവിടെയാണ് അൻപഴകൻ തൻ്റെ മന്ത്രവിദ്യകളുമായിട്ട് ജീവിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ആദ്യത്തെ അതിശയം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പച്ചത്തണ്ണിയിൽ എന്ത് ചെയ്യും? പച്ചത്തണ്ണിയിൽ വിളക്ക് കത്തിക്കുന്ന കാഴ്ച നമ്മൾ കാണാൻ പോവുകയാണ് കേട്ടോ. ചെണ്ടയും മത്തളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമസ്കാരം അൻപഴകൻ, ഇങ്ങ വാ. ഇതാണ് നമ്മുടെ അൻപഴകൻ സ്വാമി. അൻപഴകൻ ഫുള്ള് ഗുരുജി. ഞാൻ വിചാരിച്ച അൻപഴകൻ ഇന്ന് കേട്ടപ്പം പെരിയ സ്വാമിയൊന്നും, മുടിയൊക്കെ നരച്ച് ഏജറാന്ന് വിചാരിച്ച്. ഇത് ரொம்ப പയ്യൻ സ്വാമി. இதுக்கு மந்திர வித்தைகளுக்கும் இல்லை இந்த மாதிரி விஷயங்களுக்கும் முடி வச்சு தான் நம்ம பண்ணணும், இல்லை நம்ம சாமியார் வேஷம் தான் வச்சுட்டு பண்ணணும், அப்படி கிடையாது. மண்ணை வாரி கொடுத்தாலே வேலை நடக்கணும். அப்படி. உங்களுக்கு എത്ര വയസ്സുണ്ട്? எனக்கு 30 വയസ്സാണ്. അപ്പോൾ ചിന്ന സ്വാമിയാണ്. സാധാരണ നമ്മുടെ സ്വാമിയൊക്കെ ഇങ്ങനെ തടി മുടിയൊക്കെ വളർത്തുന്ന നല്ല ഏജറാവുള്ളൂ. ഇത് ചിന്ന സ്വാമിയാണ്. இந்த மாதிரி உங்களுக்கு ஒரு ചെറിയ കഴിവ് இருக்கு. பச்சை தண்ணியில் விளக்கு போடும். அது எந்த மாதிரி കഴിവ്? இதை போட்டு காட்டலாம். அப்படி அது പച്ച തണ്ണി, പച്ച വെള്ളമാണ്, അതിനകത്ത് വിളക്ക് കത്തിക്കുന്ന. ആലോചിക്കുക, എണ്ണ ഉണ്ടായിട്ട് പോലും കത്തിക്കത്തില്ല. അപ്പോഴാണ് പച്ച വെള്ളത്തിൽ കത്തിക്കുന്നത്. അപ്പൊ അങ്ങോട്ട് പോവാം. ഇതാണ് ഉങ്ങളുടെ ഇടം. ഇതാണ് ചെണ്ടയന്തി. അണ്ണാ പോട്, 2 പോട്ട് പോട്. അല്ല ഇത് അടിയൊക്കെയാണ് തണ്ണി. എല്ലാം ഒറ്റ പോണ്ട്. എന്താണ്
ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിങ്, മനസ്സിലായല്ലോ. അപ്പം നമ്മുടെ അൻപഴകൻ ചെറിയ പുള്ളിയല്ല, വലിയ മീനാന്ന് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പരിചാരങ്ങളും എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. അപ്പോൾ അൻപഴകൻ ഇത് പച്ച വെള്ളമാണല്ലേ? പച്ചവെള്ളം വേണമെങ്കിൽ സാമ്പിൾ നോക്കിയാൽ പച്ചവെള്ളം, ഒരു മായമില്ല, മന്ത്രമില്ല, ഒന്നുമില്ല. കുഴപ്പമില്ല, പച്ചവെള്ളം കുടിച്ച് പറഞ്ഞു. കുടിച്ചേ, കള്ളത്തരമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതിനകത്തൊക്കെ എന്തൊക്കെ മാജിക്ക് താനേ, അതോ ഉങ്ങളുടെ കഴിവാ? മാജിക്, മന്ത്രശക്തിയാല വിലക്കേറി അതാണ്. അപ്പൊ മന്ത്രശക്തി നമ്മുടെ കേരളത്തിലുള്ള മുതുകാടും മജീഷ്യൻ സാമ്രാജ്യമൊക്കെ കണ്ടുപിടിക്കേണ്ട സംഭവമാണ്. ഈ പച്ച വെള്ളത്തിൽ ഇദ്ദേഹം മന്ത്രവാദം കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ വെള്ളം കുടിച്ചേ, ഇനി നോക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ആ വെള്ളം ഇങ്ങനത്തെ ഒഴിക്കുകയാണ്. അപ്പം നിലവിളക്ക് വെള്ളം ഒഴിച്ചു. ഇനി അദ്ദേഹം ആ തിരി ഇടുന്നു. തിരി പച്ചവെള്ളത്തിൽ മുക്കുകയാണ്. ഇനി ആകാംക്ഷയുടെ നിമിഷങ്ങളാണ്. അൻപഴകൻ്റെ വിളക്ക് കത്തുമോ ഇല്ലയോ? അൻപഴകൻ്റെ വിളക്ക് കത്തുമോ ഇല്ലയോ? വിളക്ക് കത്തിയില്ല, ചീറ്റിയാ. ചീറ്റി കേട്ടാ, അൻപഴകൻ്റെ മാജിക്ക് ചീറ്റി. മന്ത്രവാദം ഫ്ലോപ്പായോ? അൻപഴകൻ സ്വാമി എന്നാച്ച്? നാണക്കേടാവുമല്ലോ, പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്നു. രണ്ടാമത്തെ തവണ നമ്മൾ അൻപഴകൻ സ്റ്റാർട്ട് പണ്ണാൻ പോവുകയാണ്. എന്താവുമെന്ന് ദൈവത്തിനറിയാം. കുറച്ച് മുമ്പ് വരെ കത്തിക്കൊണ്ടിരുന്നതാണെന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ സമയം ശരിയല്ല. എല്ലാത്തിനും സമയമുണ്ടെന്ന് പറഞ്ഞാൽ അൻപഴകൻ്റെ മുഖം എന്താണ്ട് വല്ലാതെ വക്രീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സർവ്വ കോൺഫിഡൻസ് പോയിരിക്കുവാണ്. കത്തുന്നില്ല, ചീറ്റി. രണ്ടാമത്തതും ചീറ്റി. ആകാംക്ഷയോട് കാത്തിരിക്കാൻ പോവുകയാണ്. അൻപരശൻ്റെ ഈ തിരി കത്തുമോ ഇല്ലയോ? അൻപരശനും തിരിയും തമ്മിലുള്ള നേർക്ക് പോരാട്ടമാണ്. വെറും പച്ചവെള്ളത്തിലാണ് കത്തിക്കാൻ പോകുന്നത്. അനൗൺസ്മെൻറ്റ് വാഹനത്തിലേക്ക് ഇങ്ങനെയല്ലേ പറയുന്നത്. ഈ സംഭവം കത്തി 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 ഫാന്റാസ്റ്റി. വെറും പച്ചവെള്ളത്തിലാണ് സംഭവം കത്തിയിരിക്കുന്നത്. ഇത് കൊള്ളാന സംഭവം. ഇത് എണ്ണ തേങ്ങണോ? അല്ലല്ലോ, വെള്ളം തന്നെ അല്ലേ? വെള്ളം തന്നെ. വെള്ളത്തിലാണ് സംഭവം. കത്തിയില്ലല്ലോ, ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കത്തി. സാധാരണ എന്തായാലും പറ്റുന്ന വിഷയം ഒരു സമയദോഷമുണ്ട്. ആൾക്കാരൊക്കെ കുളിക്കാൻ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രശ്നമാണ് കാണുന്നത്. പയ്യൻ്റെ ഒരു ഏറ്റവും വലിയ കഴിവ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിലുള്ള എല്ലായിടത്തും ഇത് തന്നെ പറഞ്ഞ് മടുത്ത്, ഞാനും മടുത്ത്, അവരും മടുത്ത്. ബാധ ഇറക്കി വിടുന്ന സംഭവമാണെന്നാണ് പറയുന്നത്. ഇനി എങ്ങനെ പുള്ളി ഇറക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. ഇത് ഉടമ്പുക്കുള്ളിൽ എന്തെങ്കിലും വരുമോ? ഇന്നത്തെ ശരീരത്തിൽ എന്താ വരും? കാളി ഡയറക്റ്റ് വരും. നാക്കൊക്കെ ഇങ്ങനെ ഇരിക്കുമോ? നാക്കൊക്കെ ഇങ്ങനെ ഇരിക്കുമെന്നാണ് പറയുന്നത്. ഈ സാധനം ഈ അൻപഴകൻ്റെ ശരീരത്തിലേക്ക് വരും. വന്നു കഴിഞ്ഞാൽ ഭയങ്കര സംഭവം എന്നൊക്കെ പറയുന്നത്. എന്തായാലും നമുക്കത് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. ഇത് ഇന്തമാതിരി കഴിവ് എപ്പടി ഒന്ന് കിട്ടിയത്? എത്രാമത്തെ ഏജില്? ഇത് 10 വയസ്സിലേരുந்தே இருக்கு. 10 வயசுல எப்படி கிட்டி? இங்க வந்து இந்த இது ஒரு பாறை காடு இது. இந்த காட்டுக்குள்ள இங்க வந்து உட்கார்ந்தேன் நான். சும்மா உட்கார்ந்தேன். உட்காரும்போது இங்க கோயில் கட்டணும்னு எண்ணெய் ஆட்டோமேட்டிக்கா வந்துச்சு. ഇപ്പം നമുക്ക് കാണാൻ പോകുന്നത് ഇവരെ കുറച്ച് സ്ത്രീകൾ ഈ ദേഹത്ത് ബാധയുമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ അൻപഴകൻ എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കാം. അൻപഴകൻ, ഉങ്ങളെ பார்ക്കാൻ വേണ്ടി കുറച്ച് ലേഡീസ് വന്നിട്ടുണ്ട്. அவங்களுக்கு என்ன பிரச்சனை இருக்குன்னு கேட்கறதுக்காக வந்திருக்காங்க. அவங்க சும்மா நிக்க வச்சு பார்ப்போம், ஏதாவது வருதான்னு பார்ப்போம். ഓക്കെ. അപ്പം നമ്മുടെ ശർവരാശൻ, എൻ്റെ പേരെന്താ, എന്നാ പേരാ നോക്കുമല്ലോ. പേര് അദ്ദേഹത്തിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ആ നാരങ്ങയിലാണ് സംഭവിക്കുന്നത്. ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. ഓക്കെ, ഒന്നുമില്ല. അടുത്ത ആൾ പാക്കുമോ? ശരി. ഇപ്പൊ ഒന്നുമില്ലെന്നാ. അപ്പൊ ഇദ്ദേഹത്തിന്റെ നാരങ്ങ എടുത്ത് വെച്ചപ്പെടുത്തി കൃത്യമായിട്ട് കിട്ടി. സംഭവം ഒന്നുമില്ലെന്ന്, ഒരു പ്രശ്നമില്ല. ശുദ്ധமான ആള്. അപ്പൊ എപ്പടി തിരിയും അത് ശുദ്ധமான ആളെന്ന്? ഇത് വച്ചോണ്ടേ എലുമിച്ച് മല വച്ചോണ്ടേ മന്ത്രം சொல்ல அது ஆடணும் இல்லையா? பேய் இருந்தா ஆடும், பேய் இல்லன்னா ஆடாது. അതാണ് അതിന്റെ സംഭവം. അപ്പൊ ഇത് സംഭവം വെച്ചാൽ എന്നെ ഒന്ന് വെച്ച് നോക്കിയേ. ആട് നോക്കട്ടെ. ഭയങ്കര വൈബ്രേഷൻ കേട്ടോ. ശരി, ഭയങ്കര വൈബ്രേഷൻ ഉണ്ട്. അത് ഭയങ്കര എഫക്റ്റ് ചെയ്തത്. എഫക്റ്റ് വരും. അതെന്താ സംഭവം? അങ്ങനെ എനിക്ക് പ്രശ്നമുണ്ടോ? உச்சாரணம் மையுது. இந்த உச்சாரணம்னாக்கா ஒரு மனுஷனை உடம்புக்குள்ள ஏதாவது இருந்தா கூட ஆட வைக்கும். அப்படியே അത് ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്ത് സംഭവം വെച്ചപ്പോൾ തന്നെ തല ഭയങ്കരമായിട്ട് പെരുത്തത്. അപ്പം എനിക്ക് കാല് ഫുള്ളായിട്ട് ഇതുപോയിട്ട് വന്നത് കണ്ടോ, ഭയങ്കര പ്രശ്നം വന്നത്. അപ്പം അദ്ദേഹത്തിന് നെറ്റിയെ കൊണ്ട്
మమస్మరస హరిం సూళిక బాలి నీలి నెలాంటి కాళ కాళస్త్రీ అమ్మ తాయంగార సత్య చాముండి భద్రాళి సూళిక బాలి వర చాముండి వా భద్రాళి వా సర్వభూత ప్రేత పిశాచకలం వంచన సూనిత మిరచ్చం జగం ఓం నమః భగవతి కాళి చాముండి దే భైరవదే ఓంకార నీలి శక్తి మమస్మరస ആടിവാ ദേഹത്ത് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. വാ അതിന്റെ ദേഹത്ത് എന്തൊക്കെയോ ഉണ്ട്. അടിപൊളി കണ്ടാ. ഇത്രയും നേരം വളരെ കൂളായിട്ട് നിന്ന മനുഷ്യൻ പെട്ടെന്ന് മാറി കേട്ടോ. ഇതൊക്കെയാണ് സംഭവം. ഈ തമിഴ്നാട്ടുകാരെ കൊണ്ട് തോരുണ്ടോ കേട്ടോ. കണ്ണൊക്കെ തെള്ളി ഒരു ഭീകര രൂപയായിട്ട് മാറിയേക്കുവാണ്. ഇതാണ് നമ്മുടെ സ്വാമിയുടെ കഴിവ് എന്ന് പറയുന്നത്. കൊച്ചു പയ്യനാണെങ്കിലും ഉള്ളിലുള്ള കഴിവ് ചെറിയ കാളിയാണെന്ന്. എന്നാ പ്രശ്നം ഉണക്ക് എന്താ പ്രശ്നമാണെന്ന് எனக்கு பூஜை பத்தல എന്നാ വേണോ ஆடு வேணும் ആട് വേണോ ആട് വേണോ ആട് കൊടുത്താ പോതുമാ ഉടമ്പുക്കുള്ള കാളി ഇരിക്കും. എന്താ കാളി ഇറക്കിയാச்சு உடம்புக்குள்ள ഉടമ്പുക്കുള്ള ഇരിക്കും. அடி நீ காளியை கூப்பிடு வரைஞ்சு கூப்பிடு வா ஆடி வா வா ஆடி வா 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 ஆடி வா என்ன வேணும் எலுமிச்சை மாலை வேணுமா അപ്പൊ ഇത് എന്താ സംഭവം? ഇത് കാളി ഇദ്ദേഹത്തിലുള്ള ബാധയെ ഇറക്കി വിട്ടിട്ട് ഇദ്ദേഹം കൺട്രോൾ ചെയ്യുകയാണ്. അപ്പോൾ നാരങ്ങ വേണം പറഞ്ഞ് നാരങ്ങ കൊടുത്തു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് നോക്കട്ടെ. എന്താ ചെയ്യാൻ പോകുന്ന ഒരു പിടിയില്ലല്ലോ ഇത്. അയ്യോ അത് നാരങ്ങ മൊത്തം തിന്നു കേട്ടാ. എൻ്റെ ദൈവം ഇത്രയും വയ്യ എടുക്കാൻ വയ്യ നാരങ്ങ ഒറ്റയടിക്ക് തിന്ന്. ഇത് ഉടമ്പക്കുള്ള இந்த പ്രശ്നം വരുമ്പോൾ ഇതൊക്കെ കഴിക്കും അല്ലേ? காளிக்கு இப்ப காவு ஏதாவது ரத்த பலி இல்லாம இந்த எலுமிச்சை மாலை காவா எடுத்து கடிச்சு. ഓ അപ്പടി രക്തം കുടിക്കേണ്ടതിന് പകരം ആ ഇളമ്പൽ സംബളം എന്ന് പറഞ്ഞാൽ നാരങ്ങ എടുത്ത് കഴിച്ചു. അയ്യോ ഈ പയ്യനെ കൊണ്ട് തോറ്റല്ലോ. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കഴിക്കുന്നത്. ആ വീണ് കേട്ടോ. സംഭവം വീണത് തീർന്നാ മുടിച്ചു പോയോ? അഗസ്ത്യർ തന്നെ വെച്ച് നമ്മ ഇപ്പൊ അഗസ്ത്യ വെള്ളം വെച്ച് പുള്ളിയുടെ ദേഹത്തിലുള്ള പ്രേതത്തെ മാറ്റി. പ്രേതം ഇത്രയോ ഉണ്ടോ? ഒരുപാട് പ്രേതം ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ടല്ലോ. എല്ലാവരെയും പ്രധാനപ്പെട്ട ആയുധം ഈ പ്രേതം ഇറക്കുന്ന സെന്തില് കാണിച്ചു കൂട്ടിയ പണികള്. അപ്പൊ എന്തായാലും നിങ്ങൾ പെരിയ സ്വാമി തന്നെ, ചിന്ന സ്വാമിയല്ല പെരിയ സ്വാമി. അപ്പൊ ഇന്നത്തെ ഉടമ്പക്കുള്ള പ്രശ്നമെല്ലാം മാറിയോ? എല്ലാം പോയച്ചോ? സെന്തിൽ എപ്പടി എല്ലാം മാറിയാ? എന്തായിരുന്നു പ്രശ്നം? എന്തായിരുന്നു ഉടമ്പക്കുള്ള ഒരു പ്രശ്നം? ആവി ഇരിക്കാ ഇപ്പൊ ഇല്ലേ? ഒന്നുമില്ലേ? പെർഫെക്റ്റ് ആയി. നിങ്ങളെ സമ്മതിക്കണം. കൈയോട്. അപ്പൊ ഉങ്ങളുടെ ഉടമ്പക്കുള്ള കാളി ഞങ്ങൾക്ക് എണ്ണാലെ പാക്കാൻ പറ്റുമോ ഇന്ന്? அது சொல்லணும்னா வந்துரும் ஆட்டோமேட்டிக்கா காளி. நம்ம கூப்பிட்டோம்னா ஆட்டோமேட்டிக்கா காளி வந்துரும். ഇന്നിപ്പോ പറ്റുമോ കാണാൻ? നമുക്ക് പറ്റുമോ? വിദേഹത്തിന്റെ ശരീരത്തിൽ കാളി വരുന്നത് കാണാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. நம்ம காளி வரைச்சு பேச வைக்கணுமா உங்களுக்கு? ഓക്കെ. பேச வைக்கணுமா? വേണം. சரி பண்ணிக்கலாம். உள்ள போயிடலாம். സംഭവം അദ്ദേഹത്തിന്റെ ദൈവത്തെ വിളിച്ച് ഇനി കാളി ഇറങ്ങാൻ പോവുകയാണ്. ആടി തുടങ്ങി. ആ ആട്ടത്തിലാണ് കളി ഇരിക്കുന്നത് കേട്ടാ. ശരിക്കും പറഞ്ഞാല് നന്നായിട്ട് വരുന്നു വിറച്ചു തുടങ്ങി. ഇതാണ് കാളി. കാളി ഒന്ന് പേടിച്ചു കേട്ടോ. സാധനം കലിപ്പ് കണ്ടോ? സത്യം അത് ദേഷ്യം കണ്ടോ? സംഭവം. ഇന്നത്തെ ഈ നാടകം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ കളി വന്ന് പോയില്ലേ? காளி வந்து உடம்புல இறக்கி இப்படிதான் ஆக்ரோஷன் வரும். അത്രേ അല്ലേ? തലയില തേങ്ങെല്ലാം ഉടച്ച്. അപ്പൊ എന്തായാലും കാളി പെട്ടെന്ന് വന്നു പോയി അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് വേണ്ടി ഇത്രയും പുള്ളി ഒപ്പിച്ചോ വേണ്ട. പുള്ളി ഒക്കുന്ന രീതിയിലൊക്കെ പുള്ളി ചെയ്ത് കാളി ഒരു നിമിഷം കൊണ്ട് വന്നു പോയി. ഇതൊക്കെ പണിയല്ലേ, ജീവിക്കാൻ വേണ്ടി ഓരോ വേഷം കിട്ടല്ലേ. അപ്പോൾ ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വിട വാങ്ങാം. പക്ഷേ എനിക്ക് ഇവിടെ വന്നിട്ട് ഒന്നും തോന്നിയില്ല കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് ഒരു അനുഭവം തോന്നിയില്ല. ഇദ്ദേഹം അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് ചാടുന്നു കുറച്ച് കോപ്പറായും കാട്ടുന്നല്ലാതെ ഒരു പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. പുള്ളി എന്താ പറയുന്നത്, വാൾ വെച്ച് അങ്ങോട്ട് ചെയ്യുന്നു എന്നല്ലാതെ ഒരു കാര്യം പുള്ളി ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് ആൾക്കാർ വരുന്നു, പൈസ ഉണ്ടാക്കുന്നു, അങ്ങനെ ജീവിക്കുന്നു. എന്തായാലും ഇതൊക്കെ ഒരു വിശ്വാസമാണ്. ഇദ്ദേഹത്തെ പ്രതീക്ഷിച്ച് ഒരുപാട് പേര് വരുന്നുണ്ട്. കണ്ടില്ലേ ഈ ഒരു സെറ്റപ്പ്? ഇദ്ദേഹം അന്ന് അത് സ്റ്റാർട്ടിങ് വെറും കാടായിരുന്നു അല്ലേ? അന്ന് ഫോറസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് ബംഗ്ലാവ് പോലെയൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് പുള്ളി ജീവിക്കുകയാണ്. എന്തായാലും ഇതിൻ്റെ പിന്നിൽ ഒരുപാട് വിശ്വാസികൾ ഇങ്ങനെ പരക്കം പാഞ്ഞ് നടപ്പുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഈ അൻപഴകൻ്റെ അഭ്യാസങ്ങൾ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു കിടിലൻ സംഭവമായിട്ട് വീണ്ടും ഞാനെത്തും. അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും